ടൈം ടോം ചാക്കോ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പരിഹാസമായതോടെയാണ് പല മറുപടികളും ഷൈൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ ഷൈൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ ടൈം ടോം ചാക്കോയെ ലഹരി കേസിൽ വിട്ടയച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്നു വന്ന വിൻസിയുടെ പരാതിയൊക്കെ തന്നെ ഗൂഢാലോചനയാണെന്നടക്കമുള്ള മൊഴികളായിരുന്നു ഇത്തരത്തിൽ ഷൈൻ നൽകിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ തന്നെയും ഏറെ പ്രധാനമെന്ന് പറയുന്നത് പോലീസിന്റെ അടക്കമുള്ള തെളിവ് ശേഖരണം അടക്കമാണ്. കൃത്യമായിട്ടുള്ള പഴുതടച്ച അന്വേഷണമാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അർച്ചന ചേരുകയാണ്. അർച്ചന, നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. അർച്ചന, അതിന് അല്പസമയം മുൻപാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ ജാമ്യത്തിൽ ഷൈൻ ടോം ചാക്കോ പോയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് രാവിലെ മുതൽ പകൽ 10:30 മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10:30 എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈൻ ടോം ചാക്കോ 4 മണിക്കൂർ ചോദ്യം ചെയ്യലിനാണ് വിധേയമായത്. ഈ ചോദ്യം ചെയ്യലിലാണ് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. ശേഷം പോലീസ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിശദമായ വൈദ്യപരിശോധനയാണ് ഇത് സംബന്ധിച്ച് നടത്തിയത്. കാരണം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഇതിൽ തെളിയാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക. അതുകൊണ്ട് ഈ വൈദ്യപരിശോധനയുടെ വിവരങ്ങൾ അടക്കം പുറത്തു വരാറുണ്ട്. എന്തായാലും ഏറ്റവും നിർണായകമായത് ഈ ചോദ്യം ചെയ്യലാണ്. പോലീസ് അതിനു മുന്നേ എടുത്ത കാര്യങ്ങളാണ്. അതായത് അതിനു മുന്നേ പോലീസ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ചു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏകദേശം 4 മണിക്കൂർ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തു. ഇതിലാണ് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ പുറത്തു വന്നത്. അതിൽ ഈ മൊഴിയിൽ പറയുന്നത് താൻ അന്ന് ആ മുറിയിലെത്തിയത്, അതായത് ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഇറങ്ങി ഓടിയ മുറിയിലെത്തിയത് മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ്. തൻ്റെ ഒപ്പം ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അദ്ദേഹവും ഈ കേസിൽ പ്രതിയാണ്. കോഴിക്കോട് സ്വദേശിയായ അഹമ്മദ് മുർഷാദ് എന്ന് പറയുന്ന ആളാണ് അന്ന് ഈ മുറിയിലുണ്ടായിരുന്നത്. ഇവർ ഇരുവരും ചേർന്നാണ് അന്ന് ആ മുറിയിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചത്. മാത്രമല്ല ഈ സാജിറിനെ അറിയാമെന്ന കാര്യവും ഈ മൊഴിയായി നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തനിക്ക് ഈ സാജിറിനെ അറിയില്ല, ലഹരി ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ പിന്നീട് പോലീസിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ ലഹരി ഇടപാടിനായി അന്ന് സാജിറിന് അയച്ച ഈ ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസ് അന്ന് കാണിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇത്തരത്തിൽ സാജിറിനെ അറിയാമെന്ന് സമ്മതിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഓരോന്നും ആദ്യഘട്ടത്തിൽ നിഷേധിച്ച ഷൈൻ ടോം ചാക്കോ പിന്നീട് ഓരോന്നും കൃത്യമായി ഉത്തരം പറയുകയായിരുന്നു. താൻ ചെയ്തത് താൻ ലഹരി ഉപയോഗിക്കാറുണ്ട്, അന്ന് മുറിയിലെത്തിയതും മയക്കുമരുന്ന് ഉപയോഗിക്കാനാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടാണ് ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും നിർണായകമായത് പോലീസിന്റെ ഇടപെടൽ തന്നെയാണ്. ഷൈൻ ടോം ചാക്കോ അന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് മുതൽ പോലീസ് കൃത്യമായി ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അന്ന് മുതൽ ഷൈൻ ടോം ചാക്കോ എവിടെയൊക്കെ പോയി, എന്തിനിങ്ങനെ ഒളിവിൽ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദുരൂഹത വർദ്ധിപ്പിച്ചതാണ്. അതിനുശേഷം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ആളുകളിലെല്ലാം തന്നെ മൂഴ്ച പോലീസ് രേഖപ്പെടുത്തി ഫോൺ വിവരങ്ങൾ ശേഖരിച്ചു, CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഈ 1 മാസ കാലയളവിൽ ഷൈൻ ടോം ചാക്കോ താമസിച്ച മുറിയുടെ എല്ലാം തന്നെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും അവിടുത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിലാണ് കൃത്യമായ വിവരങ്ങൾ, അതായത് ആദ്യഘട്ടത്തിലെല്ലാം നിഷേധിച്ച ഷൈൻ ടോം ചാക്കോ പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇത് 2ാം തവണയാണ് ഷൈൻ ടോം ചാക്കോ ഒരു ലഹരി കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഗുരുതരമായ സ്വഭാവമുള്ള രീതിയിലേക്കാണ് ഷൈൻ ടോം ചാക്കോയുടെ ഓരോ പ്രവർത്തികളും പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം 2015 കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാവുന്നത്. ഇപ്പോൾ 2025 അതേ തരത്തിലുള്ള ലഹരി കേസുമായി വീണ്ടും അറസ്റ്റിലാവുകയാണ്. ജാമ്യത്തിൽ വിട്ടെങ്കിൽ പോലും ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഈ കേസ് അല്പം കൂടി ഗൗരവമുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ലഹരി കച്ചവടക്കാരുമായി ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ശേഷം വിശദമായി ഈ കാര്യങ്ങളിൽ തെളിവ് ശേഖരിക്കും. ശേഷമായിരിക്കും കൂടുതൽ കുറ്റങ്ങൾ ചുമത്തണമോ എന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകുക. എന്തായാലും ഈ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യുന്നതിൽ 10:30 ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോകുന്നത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടുകൊണ്ടാണ്. അതായത് വെറും ഒരു ഇറങ്ങിപ്പോയി സംഘത്തെ കണ്ട് ഇറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോ ഏറ്റവും അവസാനം ഈ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു പ്രതിയായി മാറുകയാണ്. അതായത് ലഹരി കേസിൽ പ്രതിയായി മാറുകയാണ് എന്താണ് ഏറ്റവും ഗൗരവമുള്ളത്. ആദ്യഘട്ടത്തിൽ ഇതൊക്കെ തന്നെ വേട്ടയാടുന്നു എന്നായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ എല്ലാം തെളിഞ്ഞു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു, അതല്ലെങ്കിൽ ലഹരി ഇടപാടുകാരുമായി ബന്ധപ്പെട്ടു എന്ന കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഇത് കൂടാതെ തന്നെ മറ്റ് ലഹരി ഇടപാടുകാരുമായി ഷൈൻ ടോം ചാക്കോ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും. ആരൊക്കെയായി ഇത്തരത്തിൽ
പോലീസ് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുണ്ട് നടക്കുന്ന കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു. മാത്രമല്ല സിനിമാ മേഖലയിലെ സിനിമാ പ്രവർത്തകർ കൂടി ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ ഷൈൻഡോൺ ചാക്കോ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ഇങ്ങനെ വീണ്ടും സിനിമാ മേഖല ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുൾമുനയിൽ നിൽക്കുകയാണ്, കളങ്കം വന്നിരിക്കുകയാണ്. അത് ഷൈൻഡോൺ ചാക്കോയുടെ അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ 2015 വരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷൈൻഡോൺ ചാക്കോയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയാണ്. എന്തായാലും പഴുതടച്ച അന്വേഷണം തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താനിരിക്കുന്നത്. അതിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസിന്റെ അടുത്ത ഘട്ടം. ശേഷമായിരിക്കും ഇനി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമെടുക്കുക. നിലവിൽ 2 വകുപ്പുകളും ജാമ്യം ലഭിക്കാവുന്നതാണ്. അതായത് ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും ഈ 2 വകുപ്പുകളും 27, 29 വകുപ്പുകളും ജാമ്യം ലഭിക്കാവുന്നതായതുകൊണ്ടാണ് ഇപ്പോൾ ഷൈൻഡോൺ ചാക്കോവിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഗുരുതരമുള്ള പല മൊഴികൾ ഈ മൊഴിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമായിരിക്കും ഇനി ഷൈൻഡോൺ ചാക്കോയ്ക്കെതിരെ ഇത്തരത്തിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചുമത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഷൈൻഡോൺ ചാക്കോ കുറ്റം ചെയ്തു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം നേരത്തെ ഇതെല്ലാം നിഷേധിച്ച ഷൈൻഡോൺ ചാക്കോ ഇപ്പോൾ കൃത്യമായി ലഹരി ഉപയോഗിച്ചു. ലഹരി മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ് അന്ന് എത്തിയത്. ഈ ലഹരി ഇടനിലക്കാരനുമായി ബന്ധപ്പെട്ട് താൻ പണം അയച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുകയാണ്. അങ്ങനെ എല്ലാം നിഷേധിച്ച ഒടുവിൽ ഇപ്പോൾ ഇതാ അറസ്റ്റ് വരിച്ച് ഒടുവിൽ ജാമ്യത്തിൽ പോവുകയാണ് ഷൈൻഡോൺ ചാക്കോ. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്കാണ് ഇനി പോലീസ് എന്തായാലും ഒരുങ്ങുന്നത്. ശരി, അർച്ചനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.